وعن أسماء بن عبيد قالت مهدياയ അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയാണ് ദഖല റജുലാനി മിൻ അസ്ഹാബിൽ അഹ്വാഇ അലാ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് രണ്ട് പുത്തൻവാദികൾ കടന്നു വന്നു. വിധേയി കക്ഷികളായ രണ്ടാളുകൾ. ഫഖാല ആ രണ്ടാളും ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ അബൂബക്കർ നുഹദ്ദിസുക ബിഹദീസ്, നമുക്ക് കുറച്ച് സംസാരിക്കാം. ഖാല അപ്പോൾ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ വേണ്ട. ഖാല അപ്പോൾ അവർ രണ്ടാളും പറഞ്ഞു, ഫനഖ്റഉ അലൈക ആയത്തുൻ മിൻ കിതാബില്ലാ, അള്ളാന്റെ കിതാബിൽ നിന്ന് കുറച്ച് ആയത്തുകൾ നിങ്ങൾക്ക് ഞങ്ങൾ ഓതിത്തട്ടെ. കാല അപ്പോഴും ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ വേണ്ട. ലിതകൂമാനി അന്നി ഔ ലാ അകൂമന്ന, ഒന്നെങ്കിൽ നിങ്ങൾ എണീറ്റ് പോവുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് പോകും. ഖാല ഫഖറജ ഫഖാല ബഅദുൽ ഖൗമി, അങ്ങനെ അവർ രണ്ടാളും എഴുന്നേറ്റ് പോയി. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു, യാ അബൂബക്കർ, ഓ അബൂബക്കർ, വമാ കാന അലൈക അയ്യഖറഅ അലൈക ആയത്തുൻ മിൻ കിതാബില്ലാഹി തആല, അവർ ഖുർആനിൽ നിന്ന് കുറച്ച് ആയത്ത് ഓതി തരാമെന്നല്ലേ പറഞ്ഞത്, എന്തുകൊണ്ട് നിങ്ങൾ അതിനുപോലും വിസമ്മതിച്ചു? എന്താണ് നിങ്ങൾക്ക് കുഴപ്പം? കാല അപ്പോൾ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ഖശീതു അയ്യഖറഅ അലയ്യ ആയതൻ ഫയുഹദ്ദിഫാനിഹ, അവര് എനിക്ക് ആയത്ത് ഓതി തരുകയും ആ ആയത്തിനെ അവർ വളച്ചൊടിക്കുകയും അതിന് ഇല്ലാത്ത അർത്ഥകൽപ്പന നടത്തുകയും ചെയ്യും. ഫയതിറു ദാലിക ഫീ ഖൽബിക, അത് എന്നെ കേട്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ അത് പതിയും, അതിന് സാധ്യതയുണ്ട്. എനിക്കൊരു പക്ഷെ അതിന്റെ അർത്ഥങ്ങളും മറ്റുമൊക്കെ മനസ്സിലാകാം, പക്ഷെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് അത് തിരിഞ്ഞുകൊള്ളണമെന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ആ ബിദഈ ആശയങ്ങൾ പതിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരെ ആട്ടിപ്പറഞ്ഞയച്ചത് എന്ന് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. പുത്തൻവാദികളുമായിട്ട് ഇരിക്കാനോ അവരെ കേൾക്കാനോ അവരുടെ പരിപാടികൾ സംബന്ധിക്കാനോ അവരുമായി കൂടിയിരിക്കാനോ ഒന്നും മഹാന്മാരായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ തയ്യാറായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.